ഹായ് ഗൈസ്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഒരു സ്ത്രീ വന്നിട്ട് ഒരുപാട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് വ്യാജ വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ടാണ് ആ സ്ത്രീ ഇന്ന പോലെ സംഭവിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ എക്സ് വൈഫിയുടെ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതായത് അപ്പം നിങ്ങളെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ. അതായത് ഈ ഒരു വീഡിയോയിൽ അവർ സംസാരിക്കണ ഒരു കാര്യമുണ്ട്. അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടോ. സൗദിയിൽ 2024 മരിച്ചു. സോ സൗദിയിൽ എങ്ങനെ ബനീഷ പോയി? ബനീഷയ്ക്ക് റിഫയെ കുറിച്ച് എല്ലാം അറിയായിരുന്നു. അത് ബെൻസറിന് നന്നായിട്ട് അറിയാം. ദാറ്റ് ഇസ് എ റീസൺ റിഫ മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബനീഷയെ ദുബായിന്ന് സൗദിയിലോട്ട് മാറ്റി. ബനീഷയ്ക്ക് എൻ്റെ എക്സ് വൈഫിനെ നല്ലോണം അറിയാം, എൻ്റെ എക്സ് വൈഫിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത്. പക്ഷേ ഞാൻ ഇതേപോലെ ബനീഷയായിട്ട് കോണ്ടാക്ട് ചെയ്തു. സത്യം പറഞ്ഞെങ്കിൽ ബനീഷയും ഞാനും അല്ലെങ്കിൽ എൻ്റെ എക്സ് വൈഫായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളിതുവരെ നേരിട്ട് കണ്ടിട്ടുമില്ല. ബനീഷയായിട്ട് നമ്മൾ ഒരു രീതിയിലും ഇതുവരെ ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ഇത് ഞാൻ ആകെ കേട്ടപ്പോൾ ഷോക്കായി. കാരണം സത്യം പറഞ്ഞാൽ എനിക്കറിയാം അത് ബനീഷ എൻ്റെ എക്സ് വൈഫായിട്ട് യാതൊരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല, നമ്മളെ പറ്റി ഒന്നും അറിയില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനങ്ങനെ ബനീഷയ്ക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായി. കാരണം നിങ്ങൾ തമ്മിൽ മുന്നേ അറിയുമോ അറിയില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇതെന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നത് എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു. അപ്പം ബനീഷ എനിക്ക് തന്നൊരു റിപ്ലൈ ഉണ്ട്. അതിൻ്റെ ഞാൻ ആ തെളിവും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പായിട്ട് ഞാൻ കേൾപ്പിക്കാം. അസ്സലാമലൈക്കും. മേനാസെ, എനിക്ക് ജസ്റ്റ് ഒരു കാര്യം അറിയാണ്ട്. 2 ദിവസം മുന്നേ ഇവിടെ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ളൊരു വീഡിയോസുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബനീഷ മരിച്ചു എന്നുള്ളൊരു ഇതാണ്. 2024 ബനീഷ മരിച്ചു, 2023 റിഫ മരിച്ചു എന്നാണ് ഒരു ലേഡി പറയണത്. അപ്പോൾ എനിക്ക് നിങ്ങൾ തമ്മിൽ, അതായത് ഞാനും നിങ്ങളും അല്ലെങ്കിൽ റിഫ തമ്മിൽ എന്തെങ്കിലും കാണുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഞങ്ങൾ തമ്മിലുണ്ടോ? കാരണം ഇതുവരെയായിട്ട് ഞാൻ നിങ്ങളെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്നെ എന്തിനേലും വലിച്ചിട്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പേരിൽ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മരണപ്പെട്ടു എന്ന് പറയുക, ഇതൊക്കെ എവിടെ കിടക്കണം ന്യായങ്ങളെന്ന് അറിയത്തില്ല. കാരണം വെച്ചാൽ എനിക്കിതിൽ എന്തെങ്കിലും കേസ് കൊടുക്കണം, എനിക്കിത് കേസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാനൊരു അന്യനാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ എനിക്കിതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ എനിക്ക് തുടരണം. എനിക്ക് എന്തായാലും ഈ ഒരു കേസ് ഞാൻ എന്തായാലും ഫയൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ആരെന്നെ എന്നെ ഇതിൽ പിടിച്ച് വലിച്ചിട്ടോ അവരതിൽ ഞാൻ കേസ് കൊടുക്കുന്നതായിരിക്കും. അപ്പം ബനീഷയ്ക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഇത്. എൻ്റെ അടുത്ത് ബനീഷ പറഞ്ഞതാണ്. കാരണം ബനീഷ സത്യം പറഞ്ഞെങ്കിൽ എന്നെയും കൂടെ തെറ്റിദ്ധരിച്ച പോലെ ആയിരുന്നു. കാരണം ഞാനാണ് വലിച്ചിട്ട് എന്നുള്ള രീതിയിൽ. കാരണം എനിക്കും ഷോക്കാണ്, അവളും ഷോക്കാണ്, എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു സ്ത്രീനെ കൊണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ പറയുന്ന യാതൊരു ലോജിക്കില്ലാത്തൊരു കാര്യമാണ്, സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കാനഡയിലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കേരളത്തിൽ ഓൾറെഡി ഞാനൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബനീഷവും കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏകദേശം ഒരുപാട് ആൾക്കാരെ പറ്റിയിട്ട് ഈ സ്ത്രീ പുറം രാജ്യത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് ഈ സ്ത്രീക്കെതിരെ എന്തായാലും പരാതി ഏകദേശം ആളും കൊടുത്തിട്ടുണ്ട്. പറയണതൊന്നും വിശ്വസിക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ചാനലിനെതിരെയും നമ്മൾ കേസ് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളിത് റിപ്പോർട്ട് ചെയ്ത് മാക്സിമം എല്ലാവരും ഇങ്ങനെ വ്യാജ വാർത്തകൾ വായിക്കുന്നവർക്കെതിരെ എന്തായാലും പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യം സംസാരിക്കണേ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിൻ്റെ ലക്ഷ്യമാണ്, എന്തിൻ്റെ ഉറപ്പാണ്, ഒന്നും അറിയില്ല. മരിക്കാത്തവരെ കൊല്ലുന്നു, കൊന്നവർ വന്നു എന്ന് പറയുന്നു, അതേപോലെ ഇനി മരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു, ഇന്നാൾ ഇനി ഇത്ര ദിവസം കൊണ്ട് മരിക്കുമെന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളും പിന്നെ അതേപോലെ തന്നെ മോദി സർക്കാരിനൊക്കെയാണ് ഇവർ വലിച്ചതിലേക്ക് മോദി സർക്കാരിൻ്റെ ഇതിലേക്ക് എത്തണം പിടിക്കണം എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പഠിച്ചവനൊരുത്തനറിയാം. എന്തായാലും എനിക്ക് അന്നും ഇന്നും ഒരേ ഒരു കോൺഫിഡൻസ്, വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഏതൊരു ഹസ്ബൻഡും ചെയ്യണ ഒരു കാര്യം, ചോദിക്കണ ഒരു ചോദ്യം, ആ ഒരു കാര്യം മാത്രമേ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. അതിപ്പം
ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ സ്ത്രീ അല്ലെങ്കിൽ നമ്മുടെ പുരുഷൻ വേറൊരു അവിഹിതം പോലെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതെന്തായാലും നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പം എൻ്റെ രണ്ടാമത്തെ ലൈഫിൽ നടന്നൊരു കാര്യം, ആ ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ എന്തായാലും ഒരു ഇൻ്റർവ്യൂ പോലെ വരുന്നതായിരിക്കും. അത് വന്നതിന് ശേഷം വിത്ത് എവിഡൻസ് ഇട്ടിട്ട് ഞാൻ നിങ്ങളെ ശരിക്കും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ ഈ സ്ത്രീക്കെതിരെ ഈ സ്ത്രീ എന്താണ് ഉദ്ദേശിക്കണമെന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ ഈ ഒരു ബനീഷേനെ കോണ്ടാക്ട് ചെയ്ത് ആ ഒരു കാര്യം അറിയിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ സ്ത്രീ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. പിന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജംഷാദും ഞാനും എൻ്റെ വൈഫും താമസിക്കുന്ന എക്സ് വൈഫ് താമസിക്കുന്ന അതേ റൂമിൽ തന്നെയാണ് ജംഷാദ് സ്ലീപ്പ് ചെയ്തത് എന്നുള്ള വ്യാജ വാർത്തകളും ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ഒരു വലിയൊരു ഹാൾ, അതിനകത്ത് 3 റൂമുള്ള ഒരു ലൊക്കേഷനാണ്. ഇവരിങ്ങനെ ജനങ്ങളെ മാക്സിമം എന്നെ കുറ്റക്കാരനാക്കാന്നുള്ളത് ഓൾറെഡി ഒരു മുദ്ര ഉണ്ടായിട്ട് ഇപ്പം എൻ്റെ വൈഫും എപ്പോഴാണ് എൻ്റെ വൈഫ് എന്നെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയത് നിങ്ങളൊന്ന് ലോജിക്കായിട്ട് ചിന്തിക്കുക. ഏത് ചോറ് വയ്ക്കണ ആക്കും മനസ്സിലാവും. ഇത് എനിക്കിപ്പം ഇപ്പോഴാ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലായി തുടങ്ങിയത്. ഒരാളെ നല്ല ഒരു വ്യക്തിനെ നെഗറ്റീവ് അടിക്കാനും ഒരു മോശം വ്യക്തിനെ പോസിറ്റീവ് അടിക്കാനും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയ വിചാരിച്ചാൽ നടക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് നല്ലോണം മനസ്സിലായി. അതേപോലെ തന്നെ നിയമം പോലീസ് കാര്യങ്ങളൊക്കെ ഇപ്പം നിയമം വേറെ, സോഷ്യൽ മീഡിയയിൽ സംസാരം വേറെ, അങ്ങനെയൊക്കെയാണ്. കാരണം നിയമം എന്ന് പറയുന്നത് സെക്ഷലി ഏർപ്പെടാൻ, അതായത് പ്രായപൂർത്തിയായ ഏതൊരു സ്ത്രീക്കും അതേപോലെ പുരുഷന്മാർക്കും സെക്ഷലായിട്ട് ഏർപ്പെടാം, ആരെ കൂടെ വേണമെങ്കിൽ പോവാം. അത് ചോദിക്കാൻ ഏതൊരു പട്ടിക്കും അർഹതയില്ല എന്നാണ് ഇപ്പോഴത്തെ നിയമം. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അതേപോലെ തന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ പോകട്ടെ. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നുള്ള മാത്രമേ എനിക്കുള്ളൊരു അപേക്ഷയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ന്യൂസ് ചാനലുകാർ ഇങ്ങനെ എതിരായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. പഴയ പോലെ അല്ല, പണ്ടൊന്നും ഞാൻ നിയമപ്രകാരമായിട്ട് മുന്നോട്ട് പോയില്ല. കാരണം ഞാൻ ഓൾറെഡി തളർന്നിരിക്കുകയായിരുന്നു. കാരണം തളർന്നിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്, എൻ്റെ ഒരു ഫാമിലിയാണ് എനിക്ക് പോയിട്ടുള്ളത്. അതിൻ്റെ വേദന ഞാൻ ആരും അറിയിച്ചിട്ടില്ല. അതൊക്കെ മറന്ന് ഞാൻ പുതിയൊരു ലൈഫ് തുടങ്ങി, യൂട്യൂബൊക്കെ ഒഴിവാക്കി ഞാൻ പണിയെടുത്ത് ജീവിക്കുകയായിരുന്നു. പിന്നെ എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത് നിങ്ങൾ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ എന്തായാലും ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ഇനി എന്തായാലും കൂടുതൽ എവിഡൻസുമായിട്ട് വീഡിയോ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ ഇനി നമ്മളെ വീഡിയോയിൽ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.